ഹായ് ഹലോ, ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പൊന്മുടിയിലൊന്ന് പോകണമെന്നും അത് വിബുക്കുട്ടനെ കൊണ്ട് പോകണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നേ. ഇപ്പോൾ ഈ സമയമാണ് ബെസ്റ്റ് ടൈമെന്ന് ഞങ്ങൾക്ക് തോന്നി. പല വീഡിയോസ് കണ്ടപ്പോഴേക്കും ആ മഞ്ഞും കാറ്റും ഒക്കെ കണ്ടപ്പോഴേക്കും അവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി. ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വിബുക്കുട്ടൻ കാറിലിരുന്ന് സുഖം ഉറക്കമായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പൊന്മുടിയുടെ ബോർഡർ എത്തി. അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുത്തു. 120 രൂപയാണ് ആയത്. ടിക്കറ്റും എടുത്ത് ഞങ്ങളകത്തേക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്താണെന്ന് വിചാരിക്കരുത് കേട്ടോ, നല്ല ദൂരമുണ്ട് അകത്തേക്ക്. പിന്നെ റോഡ് പണി കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് എത്തുമോ, അതിനകത്ത് ചെന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ആകെ ടെൻഷനായിരുന്നു. പക്ഷേ എന്തായാലും സൺഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഞാനൊരു ധൈര്യം കൊടുത്തു. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും. സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ടൈം വല്ലതും ഉണ്ടെങ്കിലോ, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ 4:45 അവിടെ എത്തിയത്. 4:30 വരെയാണ് സാധാരണ അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് പറഞ്ഞു വിടുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ 4:45 കഴിഞ്ഞ് അവിടെ എത്തിയിട്ടും ഞങ്ങൾക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റി. ഈ മല കയറുന്നില്ലേ, ഈ ഹിൽ ടോപ്പ് കയറുന്നത് തിരികെ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കയറുന്ന എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കയറി പറ്റാം. അവിടെ എത്തിയപ്പോഴേക്കും തണുപ്പ് സഹിക്കാൻ വയ്യ. വിബുക്കുട്ടനൊരു തൊപ്പി പോലും എടുത്തില്ലെന്ന് അപ്പോഴാണ് ഓർത്തത് കേട്ടോ. കുഞ്ഞിന് കാതിലും മൂക്കിലും ഒക്കെ കാറ്റും തണുപ്പും ഒക്കെ അടിച്ച് വയ്യാണ്ടാവും, ചെറിയൊരു ടെൻഷനുണ്ടെന്ന് അപ്പോഴാണ് ഓർത്തത്. ഇവന് എക്സ്ട്രാ ഞങ്ങൾ എപ്പോഴും ഒരു തുണി കയ്യിൽ വെച്ചേക്കാറുണ്ട്, ഒരു ബനിയനോ പാൻറ്റോ എന്തെങ്കിലും കയ്യിൽ വെച്ചേക്കാറുണ്ട്. അപ്പോൾ ആ ബനിയൻ എടുത്ത് ഈ ചെവിയൊക്കെ മൂടുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു വയ്യായിക കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മൂടിക്കൊടുത്തു. പക്ഷേ ഉണ്ടല്ലോ, വിബുക്കുട്ടി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ മഞ്ഞും കാറ്റും ഒക്കെ. അവൻ നല്ലോണം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പക്ഷേ ഈ പാറപ്പുറമൊക്കെ ആയതുകൊണ്ട് തന്നെ അവനെ അവിടെ ഓടിക്കാനായിട്ടും ഭയങ്കര പേടിയുണ്ട്. അവിടെ വേണം കയറാൻ. ഞാൻ അവിടുത്തെ കാറ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇതായിരുന്നു മക്കളെ അവിടുത്തെ കാറ്റും തണുപ്പും, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും 9:15 കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഓരോ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുവാണ്. 2 കട്ടനും മേടിച്ചിട്ടുണ്ട്. നല്ലോണം വിശന്നിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ 10 മണിയാകുമ്പോൾ. ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.